അമ്മ സംഘടനയിൽ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. ശ്വേത മേനോൻ തിരിച്ചു വരുന്നു, എന്നാൽ രാജിവെച്ച പലർക്കും ഇപ്പോൾ തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയാണ്. അതേസമയം മായ വിശ്വനാഥ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ വൈറലായി മാറുകയാണ്. ഇതെല്ലാം ദിലീപേട്ടന്റെ കണ്ണുനീരാണെന്നും ദിലീപേട്ടൻ തിരിച്ചു വരണമെന്നും അമ്മയിലേക്ക് ദിലീപേട്ടൻ മടങ്ങി വരണമെന്നുമാണ് മായ വിശ്വനാഥ് പറഞ്ഞത്. ഒരു വലിയ ഞെട്ടലും കോളിളക്കവും ഒക്കെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇതെല്ലാം ദിലീപിന്റെ കളിയാണ്. ദിലീപിന് അമ്മയിലേക്ക് തിരിച്ചെത്താനുള്ള, അല്ലെങ്കിൽ ദിലീപ് അമ്മയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇതെല്ലാം എന്ന് പലരും തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ അതെല്ലാം അങ്ങനെയല്ല എന്ന രീതിയിലായിരുന്നു ദിലീപിന്റെ പോക്കും പെരുമാറ്റവും ഒക്കെ. എന്നാൽ അമ്മയിൽ ദിലീപിന് ഇപ്പോഴും വലിയൊരു ശതമാനം പേരുടെ പിന്തുണയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ദിലീപ് മടങ്ങി വരണമെന്ന് പറയുമ്പോൾ അമ്മയിൽ നിന്നും ഇറങ്ങിപ്പോയ ഭാവന, മഞ്ജു വാര്യർ തുടങ്ങി നിരവധി താരങ്ങളെ ഇതുവരെയും അമ്മ ഇപ്പോഴും ഈ വനിതാ സംഘടന വന്നപ്പോഴും അവരെ തിരിച്ചു വിളിച്ചിട്ടില്ല. അതെല്ലാം അൻസിബ ചോദ്യം ചെയ്തിരുന്നു. അതിനിടയ്ക്കാണ് ഇങ്ങനെയൊരു ദിലീപിനെ തിരിച്ചു വിളിക്കണം എന്നൊരു ആവശ്യം വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അമ്പരപ്പ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും മായ വിശ്വനാഥിനെ പോലെ അൻസിബയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളിൽ നിന്ന് വരുമ്പോൾ. രാജി നൽകിയതിന് പിന്നാലെ താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടനും തിരക്കഥാകൃത്തുമായ ജോയ് മാത്യു ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത സംഘത്തിനൊപ്പം തനിക്ക് തുടരാനാകില്ലെന്നും ചെയ്തുകൂട്ടിയ മണ്ടത്തരങ്ങളുടെ ഫലമാണ് അനുഭവിക്കുന്നതെന്നും ജോയ് മാത്യു പറഞ്ഞു. അമ്മ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ 2 മാസം മുൻപ് രാജിക്കത്ത് കൊടുത്തിരുന്നു. എന്നാൽ രാജിവെക്കരുതെന്നും മാധ്യമങ്ങളിൽ വാർത്തയാകുമെന്നും അന്ന് പ്രസിഡന്റ് പറഞ്ഞു. ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതി രാജിയുമായി മുന്നോട്ട് പോയില്ല. ഇപ്പോൾ പിടിപ്പുകേട്, വിവരമില്ലായ്മ, പരസ്പരം കുറ്റപ്പെടുത്തൽ, പോലീസ് കേസ് തുടങ്ങിയ കാരണം സഹിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. സംഘടനയുടെ പ്രതിച്ഛായ തകർന്നു. ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത സംഘത്തിന്റെ കൂടെ തുടരാൻ എനിക്ക് കഴിയില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എന്നെ പിന്തുണയ്ക്കുന്ന 2-3 പേരേയുള്ളൂ. വിവരമുള്ള മുതിർന്ന അംഗങ്ങളുണ്ട്. ഭൂരിപക്ഷം മണ്ടന്മാരും അവരുടെ അഭിപ്രായത്തെ അംഗീകരിക്കില്ല. എന്നിട്ട് മണ്ടത്തരം ചെയ്യും. ഈ മണ്ടത്തരങ്ങളുടെ ആകെ തുകയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നും ജോയ് മാത്യു പറഞ്ഞു. അമ്മയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടാണ് ജോയ് മാത്യുവും കൈലാഷും രാജിവെച്ചത്. കടുത്ത ആഭ്യന്തര കലഹവും പ്രതിസന്ധിയുമാണ് ഇത് ഉണ്ടാക്കിയത്. മുൻ ഭരണസമിതി അംഗങ്ങളായ ജോയ് മാത്യുവും ജയൻ ചേർത്തലയും കൈലാഷും സംഘടനയിൽ നിന്ന് ഔദ്യോഗികമായി രാജിവെക്കുകയായിരുന്നു. ഇരുവരും തങ്ങളുടെ രാജിക്കത്ത് അമ്മയുടെ ഔദ്യോഗിക ഇമെയിലിലേക്ക് അയക്കുകയായിരുന്നു. നേരത്തെ പൊതുയോഗത്തിൽ വച്ച് രാജി പ്രഖ്യാപിച്ചെങ്കിലും ഇരുവരും ഔദ്യോഗികമായി രാജിക്കത്ത് സമർപ്പിച്ചിരുന്നില്ല. എന്നാൽ താരസംഘടനയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് താൻ ഇപ്പോഴും അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയാണെന്ന് നടി ശ്വേത മേനോൻ വ്യക്തമാക്കിയതിനു ശേഷമാണ് ജോയ് മാത്യുവും ജയൻ ചേർത്തലയും കൈലാഷും അമ്മയുടെ ഇമെയിലിലേക്ക് ഔദ്യോഗികമായി രാജി സന്ദേശം അയച്ചത്. വൈസ് പ്രസിഡന്റായിരുന്ന ലക്ഷ്മിപ്രിയ രാജി പ്രഖ്യാപനത്തിന് പിന്നാലെ ഇമെയിലിലേക്ക് രാജി സന്ദേശം അയച്ചിട്ടുണ്ട് എന്ന് ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അഡ്ഹോക് കമ്മിറ്റി യോഗത്തിന് ശേഷം രമേശ് പിഷാരടിയും കെ.ബി. ഗണേഷ് കുമാറും മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് മുൻ ഭരണസമിതി അംഗങ്ങൾ ആരും തന്നെ ഔദ്യോഗികമായി രാജിക്കത്ത് നൽകിയിട്ടില്ല എന്ന വിവരം പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെ താൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, അമ്മയെ അനാഥമാക്കിയിട്ടുമില്ല, തന്റെ നിരപരാധിത്വം തെളിയിക്കാതെ പടിയിറങ്ങില്ല എന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി ശ്വേത മേനോൻ രംഗത്തെത്തിയിരുന്നു. സംഘടനയെ തകർക്കാനും ഹൈജാക്ക് ചെയ്യാനും ചില നിക്ഷിപ്ത താൽപര്യക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ രാജിവെക്കണമെന്ന കൃത്യമായ അജണ്ടയോടെയാണ് ചിലർ ജനറൽ ബോഡി യോഗത്തിലെത്തിയതെന്നും ശ്വേത ആരോപിച്ചു. അമ്മയുടെ ബൈലോ പ്രകാരം അഡ്ഹോക് കമ്മിറ്റി എന്നൊരു സംവിധാനമില്ല. ഒരു കമ്മിറ്റി പൂർണ്ണമായി രാജിവെക്കുകയാണെങ്കിൽ പുതിയ തെരഞ്ഞെടുപ്പിലൂടെ മറ്റൊരു ഭരണസമിതി വരുന്നതുവരെ പഴയ കമ്മിറ്റി തന്നെ തുടരേണ്ടതുണ്ട്. മുൻപ് മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി രാജിവെച്ചപ്പോഴും ഈ രീതിയാണ് പിന്തുടർന്നത്. എന്നാൽ തങ്ങളുടെ കമ്മിറ്റിയുടെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഈ മാനദണ്ഡം ബാധകമാകാത്തതെന്നും ശ്വേത ചോദിക്കുന്നുണ്ട്. അമ്മയുടെ മുൻ ഭരണസമിതി ഔദ്യോഗികമായി രാജിവെക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോഴും മുൻ ഭാരവാഹികൾ തന്നെയാണ് നിയമപരമായ സ്ഥാനങ്ങളിൽ തുടരേണ്ടത് എന്നുള്ള ചർച്ചകൾ ഇതോടെ സജീവമായിട്ടുണ്ട്. നിലവിലെ അഡ്ഹോക് കമ്മിറ്റിയുടെ യോഗങ്ങളും തീരുമാനങ്ങളും നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ശ്വേത മേനോൻ ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ കോടതിയെ സമീപിക്കാനാണ് സാധ്യത. നിലവിൽ ജയൻ ചേർത്തലയും ജോയ് മാത്യുവും കൈലാഷും മാത്രമാണ് ഔദ്യോഗികമായി രാജി സമർപ്പിച്ചിട്ടുള്ളത്. ജോയിന്റ് സെക്രട്ടറി അൻസിബ ഹസൻ നേരത്തെ തന്നെ രാജിവെച്ചിരുന്നു. വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയയും ഔദ്യോഗികമായി രാജി സന്ദേശം അയച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ ഉൾപ്പെടെയുള്ള മറ്റ് ഔദ്യോഗിക പ്രധാന ഭാരവാഹികൾ ഔദ്യോഗികമായി രാജി നൽകാത്തതിനാൽ
അമ്മ വലിയൊരു നിയമ പോരാട്ടത്തിലേക്കും ഭരണഘടനാ പ്രതിസന്ധിയിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്.